എടപ്പള്ളി പുക്കാട്ടുപടി റോഡിൽ കുഴുവല്ലിപ്പടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 3.5 സെൻറ്റ് ലാൻഡിലായിട്ട് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 10 കിലോമീറ്ററുമാണ്. കൂടാതെ ആലുവ ടൗണിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും മറ്റും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. നമ്മുടെ ഈ വില്ലയിലേക്കുള്ള റോഡ് ആക്സസ് എന്ന് പറയുന്നത് 4 മീറ്റർ വീതിയിൽ പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള റോഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ഡിസൈനും ബോക്സി ഡിസൈനോടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും ബ്രിക്കിൻ്റെ വർക്കുകളെല്ലാം കൊടുത്ത് LED ലൈറ്റിങ്ങുകളും ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഡിസൈനാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്ക്, നാച്ചുറൽ സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഗേറ്റിലേക്കാണ്. ഏകദേശം ഒരു 16 അടി നീളമുള്ളൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 12 അടി സ്ലൈഡ് ചെയ്യാൻ പാകത്തിനും ഒരു 4 അടി ഓപ്പൺ ചെയ്യാൻ പാകത്തിനുമുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. നല്ല രീതിയിൽ പാവിങ് ടൈലൊക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബിൽഡർ തരുന്നത്. ഒരു കവേർഡ് പാർക്കിങ്ങും ഒരു ഓപ്പൺ പാർക്കിങ്ങും നമുക്ക് ഈ സൈഡിലായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് ശുദ്ധമായ കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. KW വാട്ടർ കണക്ഷനായിട്ട് ഒരു സമ്പും നമ്മുടെ ഗ്രൗണ്ടിലായിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഒരു G7 ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാളി ഡിസൈൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. CNC ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ലിവിങ് സ്പേസിൽ കിഴക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ തെക്ക് ഭാഗത്തായിട്ട് ഒരു 4 പാളി വിൻഡോയും വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലോവർ പാനലിംഗ് എല്ലാം കൊടുത്ത് ലൈറ്റിങ്ങെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഭിത്തിയിലായിട്ട് നമുക്കൊരു TV യൂണിറ്റിൻ്റെ സൗകര്യമുണ്ട്. നല്ല വലിപ്പമുള്ള TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമുണ്ട്. കൂടാതെ അത്യാവശ്യം ഡ്രോകളും നിഷുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്നുള്ള ഡൈനിങ്ങിൻ്റെ പാസേജിലായിട്ട് ചെറിയൊരു ഷെൽഫിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫും മറ്റുള്ള സൗകര്യങ്ങളും ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, ലൈറ്റിങ്ങുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത് സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. സെറയുടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെറയുടെ തന്നെ ഒരു ടാപ്പും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു ലോവർ പാനലിൻ്റെ വർക്കും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കിച്ചൺ സ്പേസിലേക്കാണ് വരുന്നത്. ഒരു ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഡോറൊക്കെ കിച്ചൻ്റെ എൻട്രൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ വരുന്നത്. കിഴക്ക് വശത്ത് ഒരു 2 പാളി വിൻഡോ വരുന്നുണ്ട്. ഒരു ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വടക്ക് വശത്ത് ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. അവിടെയും നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ച് 2 സെറയുടെ ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ കളർ വൈറ്റ് കളർ തീമിൽ വരുന്ന കബോർഡ് വർക്കാണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ചെറിയ ഒരു സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയും ഷീറ്റ് ഒരു പോളികാർബണിൻ്റെ വർക്കൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്, ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട്. കൂടാതെ ഈ ഭാഗത്തും ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു കബോർഡ് വർക്കും 3 പാളി കബോർഡ് വർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ലൂവർ പാനലിംഗ് വരുന്നുണ്ട്, LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാത്റൂം സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. സെറയുടെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടറും എല്ലാം സെറയുടെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്.
നമുക്ക് വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഹാൻഡ് റെയിലിനായിട്ട് SS-ൻ്റെ പൈപ്പിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വാക്ക് വേലായിട്ട് ഒരു വുഡൻ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെയും വരുന്നുണ്ട്. കൂടാതെ സ്റ്റെയറിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് CNC ഡിസൈൻ കൊടുത്തിട്ട് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV യൂണിറ്റും ലൂവർ പാനലിംഗ് എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് എത്തിയിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലാണ് ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തേക്കായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടും വടക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടൊരു കബോർഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ ഓപ്ഷൻ ഈ ഭാഗത്തായിട്ട് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അക്കോർഡിൻ്റെ ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ മുകളിലത്തെ ലാസ്റ്റ് ബെഡ്റൂമിലാണ് എത്തിയിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് വരുന്നത്. കന്നിമൂലയിൽ വരുന്ന ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. ഈ ഭാഗത്തും ഒരു 2 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്കും ഭംഗിയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. അക്കോർഡിൻ്റെ തന്നെ ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സിംഗിൾ പീസ്. കൂടാതെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്ലഗ് പോയിൻറ്റ്സും വാട്ടർ കണക്ഷൻ്റെ ലൈനുകളും ഡ്രൈനേജുകളും എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറും ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. ഡൂം വർക്ക് കൊടുത്ത് നനയാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ടഫൻ ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ഭംഗിയായി തന്നെ സേഫ്റ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീലിങ്ങിലായിട്ട് ലോവർ പാനലിങ്ങും LED സിലിണ്ടർ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എടപ്പള്ളി ലുലു മാളിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബസ് സ്റ്റോപ്പിനോട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3.5 സെൻറ്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിലായിട്ട് 3 ബെഡ്റൂം അറ്റാച്ചഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന 75 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുള്ള ലോൺ സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.